ഹരിതകർമ്മസേന എന്നിട്ട് വന്നു. ഒരു വാർഡിലിറങ്ങി വന്നു. എന്നിട്ട് ഇത് കണ്ടപ്പോ പേപ്പർ, ഇത് നനഞ്ഞ 4 മാസമായ വേസ്റ്റ് ആണ്. പേപ്പർ അവിടെ ഇരുന്ന് നനഞ്ഞ് പുഴു വന്നു. നമ്മൾ കഴുകി ഉണക്കി ചാക്കിലൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ കൊടുക്കുന്ന വേസ്റ്റ് ഇവർ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ അങ്ങോട്ട് ഡംപ് ചെയ്യും. അപ്പൊ ഇവര് പറയുന്നത് ന്യായം പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി വരാനുണ്ട്, അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ വെച്ചിട്ടെന്ന്. എത്ര മാസങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇരിക്കുന്നു. ഹരിത കർമ്മസേനയും അതേപോലെ മിഥുൻ വി ശങ്കർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് അവർ തമ്മിലുള്ള വിഷയം. അപ്പൊ ഈ ഒരു വിഷയം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അതായത് ഈ മിഥുൻ വി ശങ്കർ എന്ന് പറഞ്ഞാൽ ഇവരും അതേപോലെ ഇവരുടെ ഫാമിലിയെ കേട്ട് ഇവരൊരു ട്രിപ്പ് പോയെങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇവര് വന്നിട്ടും അപ്പൊ ഈ നോർമലി അപ്പൊ ഇവരുടെ വീട്ടിനകത്ത് ഈ ഹരിത കർമ്മസേനയാണ് വന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, മാസം പൈസ മേടിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവർ ഈ ഒരു ട്രിപ്പിന് പോയിട്ട് വന്നു കഴിഞ്ഞിട്ടും ഇവരുടെ വീട്ടിനകത്തുള്ള വേസ്റ്റ് ഒന്നും ഇവരെടുത്ത് പോയിട്ടില്ല. അതെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഈ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്ക് ആരോഗ്യ സംബന്ധമായിട്ട് എന്തോ വിഷയമുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആൾക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇപ്പൊ എന്താണ് ചെയ്യുക? കാര്യം ഇവര് നമ്മുടെ നിന്ന് കാശ് മേടിച്ചിട്ട് പോകുന്നതാണല്ലോ. കാശ് മേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ പറയാ ഈ കാര്യം ഇങ്ങോട്ട് വേസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാശ് മേടിക്കുകയും ചെയ്യും, എന്നിട്ട് പിന്നെ ഇതേപോലുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മാറ്റിയിട്ട് അടുത്ത ആളെ വെക്കുക. അതാണല്ലോ സാധാരണ നമ്മളിപ്പോ ഇതേപോലുള്ള കാര്യങ്ങൾ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീട്ടിനകത്ത് നിന്ന്. കാര്യം നമ്മുടെ വീട്ടിനകത്ത് ഇപ്പൊ നമുക്ക് വേറെ ഡിസ്പോസ് ചെയ്യാനായിട്ട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാണ്ട് വരുമ്പോഴാണല്ലോ നമ്മളിപ്പോ ഈ ഹരിതകർമ്മസേന പോലത്തെ ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഇതേപോലെ ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് അത് അവർ വരാണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഹരിതകർമ്മസേനയിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് അവർ നോക്കിയപ്പോഴത്തേക്ക് ഈ വേസ്റ്റ് ഇത്രയും നാളെ പഴക്കം എത്തിയോണ്ട് തന്നെ അത് ഞങ്ങൾക്ക് ഇപ്പൊ എടുക്കാൻ പറ്റൂല, അത് നിങ്ങളൊന്ന് വൃത്തിയാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഈ പുള്ളിക്കാര് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹരിതകർമ്മസേന എന്നിട്ട് വന്നു. ഒരു വാർഡിലിറങ്ങി വന്നു. എന്നിട്ട് ഇത് കണ്ടപ്പോ പേപ്പർ, ഇത് നനഞ്ഞ 4 മാസമായ വേസ്റ്റ് ആണ്. പേപ്പർ അവിടെ ഇരുന്ന് നനഞ്ഞ് പുഴു വന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു ഞങ്ങൾ പുഴു വന്ന വേസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല ചേച്ചി, ഞാനത് വൃത്തിയാക്കി കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിരുന്ന് വൃത്തിയാക്കി. ഞാൻ ഈ പറയുന്നതിലൊക്കെ സാക്ഷിയുണ്ട്. എന്റെ വീട്ടില് ജോലി ചെയ്തിരുന്ന ചേച്ചി, അമ്മ, ഞങ്ങളെല്ലാരും കൂടി പറമ്പിൽ ഇരുന്നിട്ടാണ് അതൊക്കെ വൃത്തിയാക്കിയത്. ബിക്കോസ് ഈ ചാക്ക് കുറഞ്ഞ് മുറ്റത്തേക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതൊക്കെ കെട്ടിക്കൂട്ടി വെച്ചു. നെക്സ്റ്റ് ഇവര് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ വരുന്നില്ല, കാലും കൈയൊക്കെ പിടിച്ചിട്ടാണ് അപ്പൊ ഇവര് വന്നത്. അപ്പൊ ഈ 4 മാസത്തെ വേസ്റ്റ് പ്ലസ് പ്രസന്റ് വേസ്റ്റ് കുറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് വന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല വീട്ടില്, എന്റെ അനിയത്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവര് വന്നിട്ട് ആ ചാക്ക് കണ്ടിട്ട് ഇത് പഴയ വേസ്റ്റ് തന്നെ, അവള് ക്ലീൻ ആക്കിയിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അവര് പോവാ ചെയ്തു. എന്തൊക്കെ ഡിമാൻഡാണെന്ന് നോക്കണേ. അതായത് വേസ്റ്റ് എടുക്കാൻ വരുന്നവരാണ്, നമ്മുടെ ഇന്ന് കാശ് മേടിച്ചിട്ടാണ് ഇവർ വന്നത്. എന്നിട്ട് ഇവരുടെ ഡിമാൻഡ് നമ്മൾ തന്നെ കാണണം. അപ്പൊ ഇവർക്ക് അതായത് ഇപ്പൊ വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വേസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? അതെന്ന് പറഞ്ഞാൽ മാലിന്യമാണ്. അതായത് നമ്മുടെ വീട്ടിനകത്തെന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന, അതായത് നമുക്ക് ആവശ്യമില്ലാണ്ട് നമ്മൾ കളയാൻ വെച്ചേക്കുന്ന സാധനമാണ് ഈ വേസ്റ്റ്. ആ സാധനം വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊടുക്കണം എന്നൊരു ഡിമാൻഡ് ആദ്യം അവർ വെച്ച്, എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി അവർ കൊടുത്തിട്ട് ആ കൊടുത്ത സാധനത്തിനെ പിന്നെയും അത് പഴയ സാധനം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ ഇട്ടിട്ട് പോണേണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഡിമാൻഡ്, അതായത് നമ്മൾ കാശ് കൊടുത്ത ഒരുമാതിരി കടിക്കണ പട്ടീനെ മേടിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് അവിടെ നടന്നിട്ടിരിക്കുന്നത്. ബാക്കിയുണ്ടോ? ബാംഗ്ലൂർ താമസിച്ചിട്ടുണ്ട്, ഏട്ടൻ്റെ അമ്മ ചെന്നൈയിൽ താമസിച്ചിട്ടുണ്ട്, ഞങ്ങളിപ്പോ ഊട്ടിയിലാണ് താമസിക്കുന്നത്. തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വരും ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ടുള്ള. ആ വണ്ടിയിൽ അപ്പൊ ഒരു ചേച്ചി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ചേട്ടൻ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ നമ്മുടെ വേസ്റ്റിന്റെ കൊട്ട അത് അങ്ങോട്ട് കൊടുത്താൽ മതി, അവര് തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇട്ടുകൊള്ളും. ഇവിടെ കഴുകിയൊന്നും കൊടുക്കണ്ട കേട്ടോ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇവിടെ ഇത് കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കാശും കൊടുക്കണ്ട. ഗവൺമെന്റിന് അറിയാം അവര് വിൽക്കുന്ന സാധനത്തിന്റെ വേസ്റ്റ് നമ്മളെക്കാട്ടിലും കൂടുതൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന്. ഗോവയിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റും ഇതും 2 ഡസ്റ്റ്ബിൻ ഫ്ലാറ്റിന്റെ പുറത്തങ്ങോട്ട് വെച്ചാൽ മതി. രാവിലെ എല്ലാ ദിവസവും ക്ലിയർ ചെയ്യട്ടോ. ഇനി നമ്മുടെ കുഞ്ഞു കേരളത്തിലെ കാര്യം പറയാം. നമ്മൾ കഴുകി ഉണക്കി ചാക്കിലൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ കൊടുക്കുന്ന വേസ്റ്റ് ഇവർ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ അങ്ങോട്ട് ഡംപ് ചെയ്യും. അപ്പൊ ഇവര് പറയുന്നത് ന്യായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി വരാനുണ്ട്, അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ വെച്ചിട്ടെന്ന്. എത്ര മാസങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇരിക്കുന്നറിയോ? അത് മൊത്തം ഇരിങ്ങാലക്കുടയിൽ ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചാൽ മതി. കുറേ ചാക്കെട്ടുകൾ അവിടെ ഇടുക്കായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടല്ല അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഇവരിപ്പോ പല സ്ഥലത്തും താമസിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ കേരളത്തിനകത്തുള്ള ഈ ഒരു അവസ്ഥ വെച്ചിട്ട് ഇവര് ബാക്കിയുള്ള, അതായത് ഇപ്പൊ പുറത്തെ സ്ഥലത്തൊക്കെ ഇവര് പറഞ്ഞു തന്നെ കേട്ടല്ല, അതായത് ഇപ്പൊ അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് എടുക്കണതിന് അവര് പൈസ മേടിക്കുന്നില്ല. അത് ഫസ്റ്റത്തെ കാര്യം. പിന്നെ അതെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഉത്തരവാദിത്തം പോലെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അന്ന് ഇവിടെ എന്ന് പറഞ്ഞ് ഇവരുടെ ഔദാര്യം പോലെ, അതായത് ഇപ്പൊ നമ്മൾ ഏതാണ്ട് ഒരു സർവീസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യും, ഉറപ്പായിട്ടൊരു സർവീസ് ആണ് അവർ ചെയ്യുന്നത്.
പക്ഷേ നിങ്ങൾ സർവീസിന് നിങ്ങൾ കാശ് മേടിക്കുന്നുണ്ട്. കാശ് മേടിക്കുന്ന ഒരു സർവീസാണ്, അല്ലാണ്ട് നിങ്ങൾ ആരും ഔദാര്യമല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഹരിതകർമ്മസേനയാണെങ്കിലും അവരൊക്കെ ഔദാര്യമല്ല ചെയ്യുന്നത്, നിങ്ങൾ കാശ് മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് കാശ് മേടിച്ചത് ചെയ്തിട്ട് ഇതൊട്ട് മര്യാദക്ക് ചെയ്യയില്ല, എന്നിട്ട് ഇത് എടുത്തിട്ട് പോയിട്ട് ഇത് ഓരോ റോഡ് സൈഡിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് മാസങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നുണ്ട്. വണ്ടി വരും അത്രേ. എന്നാൽ പുറത്തെ സ്ഥലത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ അവർ ഉത്തരവാദിത്വമാണ്. കാര്യം ഗവൺമെന്റ് തന്നെ അവർ പറയുന്നത് എങ്ങനെയാണെന്ന്. കാര്യം ഇപ്പൊ അവര് വിൽക്കുന്ന സാധനങ്ങളുടെ വേസ്റ്റ് ആണല്ലോ വരുന്നത്. അപ്പൊ ആ വേസ്റ്റ് എടുക്കുന്നതിന് ഞങ്ങൾ എന്തിനു കാശ് മേടിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഇതൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ഇതൊന്ന് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഉള്ള വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് അറിയുമെന്ന് ചോദിച്ചു. അറിയെങ്കിൽ എനിക്കൊന്ന് ലൊക്കേഷൻ പറഞ്ഞു തരാൻ പറഞ്ഞു. പാർട്ടിയിലുള്ള ആൾക്കാരോട് വരെ ഞാൻ ചോദിച്ചിട്ടാ. കുറെ പാർട്ടിക്കാരും എന്റെ ഫ്രണ്ട്സ് ആണ്. നമ്മൾ പാർട്ടി നോക്കിയിട്ടല്ലോ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നത്. ആർക്കും അറിഞ്ഞൂടാട്ടോ ഇതിനെ കുറിച്ച്. അത് ഞാൻ ഒരാഴ്ച 2 ആഴ്ച ഒക്കെ വെയിറ്റ് ചെയ്തു. ഇതിന്റെ ഇടയിൽ ഇവര് എല്ലാ ഫ്രണ്ട്സിന്റെയും കൂട്ടത്തിൽ ഞാൻ എന്റെ ചേച്ചിക്കും മെസ്സേജ് ചെയ്തിരുന്നു കേട്ടോ. എന്റെ ചേച്ചി ഗവൺമെന്റ് സർവീസിലാണ്, ഡോക്ടറാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു ഇതിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞൂടാ, ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ നമ്പർ തരാമെന്ന്. അങ്ങനെ ചേച്ചി ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിൽ ഇരുന്ന ഒരാളുടെ നമ്പർ തന്നു. ആളുടെ പേര് ഞാൻ പറയാത്തതെന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഹരിത കർമ്മസേനയിലത്തെ കളക്ഷൻ ഏജൻസ് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി സിമ്പിൾ ആൾക്കാരല്ല. എനിക്കങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു, നമ്മളെ പോലെ സാധാരണക്കാരാണ്. അവരെ ഒരിക്കലും സാധാരണക്കാരെന്ന് പറയില്ല. എന്താന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മുനിസിപ്പാലിറ്റിനെ വരെ കയ്യിലെടുക്കാവുന്ന പവർ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ സാറിന് ഒരു കുഴപ്പം ഉണ്ടാവാനെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ല. ബിക്കോസ് അത്രയും നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ആള് ഭയങ്കര കാമായിട്ട് ഞാൻ പറയുന്നതൊക്കെ കേട്ടു. എന്നിട്ട് ആളെന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലും വേസ്റ്റ് സെഗ്രിഗേഷൻ യൂണിറ്റ് വേണമെന്നാണ് ഗവൺമെന്റിന്റെ റൂള്. അപ്പൊ നമ്മുടെ നാട്ടിൽ ആ സംഭവം ഇല്ല. ഇനിയിപ്പോ റിസൈക്ലിംഗ് പ്ലാന്റിന്റെ കാര്യമാണെങ്കിൽ കുറെ ഇൻഡിവിജ്വൽസ് ഇത് പ്ലാന്റ് തുടങ്ങണം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു. പിന്നെ അത് നിന്ന് പോവുക ചെയ്തതെന്ന് പറഞ്ഞു. കുറെ സഹായങ്ങൾ ഗവൺമെന്റിന്റെ നമ്മൾക്ക് കിട്ടണം, കുറെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ. അതൊന്നും ഇൻഡിവിജ്വൽസിന് കിട്ടില്ല. അപ്പൊ ഒഫീഷ്യലായിട്ട് ഇവർ ഗവൺമെന്റ് നേരിട്ട് തുടങ്ങാനൊക്കെ തീരുമാനിച്ചു. തീരുമാനം മാത്രമേ ഉണ്ടായുള്ളൂ, പക്ഷെ അതൊന്നും എക്സിസ്റ്റൻസിൽ വന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പൊ നിലവിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൈക്ലിംഗ് പ്ലാന്റും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറെ നാൾ മുമ്പ് ഈ ഡിപ്പാർട്ട്മെന്റ് വിട്ട ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ പിന്നെ ഈ വേസ്റ്റ് ഒക്കെ എവിടെ പോകണമെന്ന്. അപ്പൊ പറഞ്ഞ കാര്യമാണ്, പ്ലാസ്റ്റിക് കുപ്പികള് പിന്നെ കുറെ വലിയ വലിയ പ്ലാസ്റ്റിക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ തമിഴ്നാട്ടിലേക്ക് വിൽക്കാണ് ഗവൺമെന്റ് ചെയ്യണേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ശരി വിറ്റോട്ടെ, അതിന് അവർക്ക് കാശ് കിട്ടിക്കോട്ടെ, നമ്മളങ്ങോട്ട് ഫ്രീ ആക്കി കൊടുത്തു. ബാക്കി ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്താ ചെയ്യണേന്ന്. ചെറിയ കുഞ്ഞു റാപ്പേഴ്സ് ഒന്നും അവരെടുക്കില്ല. അതൊക്കെ എന്താ ചെയ്യണേന്ന്. അവരൊക്കെ ഗവൺമെന്റ് ഓഥറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, അവർക്ക് അത് വിൽക്കും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് ചോദിച്ച കാര്യമാണ്, സർ ഇൻഡിവിജ്വൽസ് ആയ ഞങ്ങള് ഹരിതകർമ്മസേന എടുത്തുകൊണ്ട് പോവാത്ത പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ മാത്രമാണോ അതൊരു ക്രൈം ആയിട്ട് വരുന്നത്? ഈ ഓഥറൈസ്ഡ് ഏജൻസി കത്തിക്കുമ്പോൾ എന്താ എൻവയോൺമെന്റിന് പൊല്യൂഷൻ ഒന്നും വരുന്നില്ലേന്ന്. അപ്പൊ ചെറിച്ചിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ കേട്ടല്ല, അതായത് ഗവൺമെന്റ് ഈ നമ്മുടെ കയ്യിൽ മേടിച്ചിട്ട് പോകുന്ന വേസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതുകൊണ്ട് കത്തിച്ച് കളയുന്നതാണ്. അപ്പൊ നമ്മളെങ്ങാനും അറിയാണ്ടൊന്നും ഈ സാധനം നമുക്ക് ഒരു നിവർത്തിയില്ലാണ്ട് വരുമ്പോഴത്തേക്ക് എങ്ങാനും കത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നോ, നമുക്ക് പിന്നെ ഇല്ലാത്ത മൂലാമാലകൾ ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങളും കൂടെ നമ്മുടെ തലയിലേക്ക് ആയിരിക്കും. കാര്യം പൊല്യൂഷൻ, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടെ നമ്മുടെ തലയിലേക്ക്, നമ്മളാണ് ഈ നേച്ചറിനെ നശിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള രീതിക്കായിരിക്കും അത് വരുന്നത്. പക്ഷെ അന്നായി ഇപ്പൊ ഗവൺമെന്റ് അത് ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ അവർക്ക് വിഷയമൊന്നുമില്ല, ഗവൺമെന്റിന് അത് ചെയ്യാം. അതായത് നമ്മുടെ ഇന്ന് ഇതൊക്കെ മേടിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് പല 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 സ്റ്റെപ്പുകളിൽ കൂടെ കടന്നു പോയിട്ട് ലാസ്റ്റ് ഇതൊരു കോർപ്പറേഷനെ വിറ്റിട്ട് അവിടെ നിന്ന് പിന്നെ അത് കത്തിച്ച് കളയുമ്പോഴത്തേക്കും അപ്പൊ വിഷയമൊന്നുമില്ല. അപ്പൊ അത് അങ്ങനെയാണ് ഇവിടെ എന്നാ പറയുന്നത്. അതിന്റെ അതേപോലെ തന്നെ ഇപ്പൊ ഈ ഹരിതകർമ്മസേനയുടെ അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ ടീമൊന്നുമല്ല, എന്ന് പറഞ്ഞാൽ വലിയ വലിയ മാഫിയ കണക്കിനുള്ള ടീംസ് ആണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവർക്ക് ഈ ഒരു ഇതൊക്കെ ആയിട്ട് ഒരു കേസായിട്ട് പോയപ്പോഴത്തേക്കും ഇവർ അനുഭവിക്കണമെന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ പറ്റി ഇവർ പറയുന്നതും കേട്ടു. ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഉള്ളവന് എന്തും പറയാം. ഒരു 5-8 ആൾക്കാർ എനിക്കെതിരെ നിൽക്കണ്, എന്നിട്ട് അവർക്ക് ഇങ്ങനെ ക്രക്രാന്ന് ഇങ്ങനെ സംസാരിക്കാം. ഞാൻ എങ്ങാനും അവർക്ക് ഒബ്ജക്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ സമയം വരുമ്പോൾ നമ്മൾ സംസാരിക്കുമല്ലോ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പോലീസുകാർ അവിടെ ബ്ലോക്ക് ചെയ്യും. ആദ്യത്തെ പോലീസുകാരന്റെ കാര്യം പറഞ്ഞു. എനിക്ക് ക്ഷമ ഭയങ്കര കുറവാണ്. അതിപ്പോ ആരാണെങ്കിലും ഏത് തമ്പുരാനാണെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും. അപ്പോ 2-3 പ്രാവശ്യം ഞാനിത് സഹിച്ചു. 3ാമത്തെ പ്രാവശ്യം ഞാൻ എന്റെ വോയിസ് റേസ് ആക്കി പറഞ്ഞു. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു, എനിക്ക് ചെവി കേൾക്കാം, നീ പതുക്കെ പറ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും പേര് ഇവിടെ നിന്ന് അലച്ചിട്ട് സാറിന് പറയാൻ പറ്റില്ല, ഞാൻ പറയുമ്പോൾ മാത്രമാണോ സാറിന് ഇത് പ്രശ്നം? ഇവിടെ എവിടെയാണ്? ഓക്കെ, അപ്പൊ കേട്ടല്ല അവരുടെ അവസ്ഥ. അതായത് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ട് ഇവരൊന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കാണ്ട് ഇപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന ടീമിന്റെ കയ്യിൽ കാശുണ്ട്, അതേപോലെ തന്നെ അധികാരമുണ്ട്. അപ്പൊ അവർക്ക് എന്തും പറയാം. അവര് പറയുന്നതെല്ലാം ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കണം. അന്ന് ഇവരൊന്ന് തിരിച്ചു പറയാനായിട്ട് ഇവരെ സമ്മതിക്കണമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തേക്ക് ഒരു അവസ്ഥയാണ്
ചെയ്യാനുള്ളത്. അപ്പൊ നമ്മളൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്കാര് അപ്പൊ അവർ ഉത്തരവാദിത്തത്തോടെ പണിയെടുത്തില്ലെങ്കിൽ നമ്മൾ അതിന് പോയി കഴിയുമ്പോൾ ഉള്ള, അതായത് അവർക്കെതിരെ പോയി കഴിയുമ്പോൾ ഉള്ള നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഇവർ ഈ പറയുന്നത്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ ഓരോരുത്തർക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇതേപോലെ ഹരിതകർമ്മസേനയുടെ ഭാഗത്തു നിന്നൊക്കെ പല രീതിക്കുള്ള ഇവരിങ്ങനെ മര്യാദയ്ക്ക് പണിയെടുക്കാത്തതും, അതായത് കറക്റ്റ് സമയത്ത് വരാത്തതായിട്ടുള്ള പല രീതിക്കുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ എതിരെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടത് ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിനെതിരെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ട്. അപ്പൊ മാക്സിമം എല്ലാവരും നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇനിയിപ്പോ ബയോഗ്യാസോ അതേപോലുള്ള എന്തെങ്കിലുമൊക്കെ സെറ്റപ്പും, പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അതേപോലുള്ള മാക്സിമം നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് ഇതേപോലെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ നോക്കാം. അല്ലാണ്ട് ഇപ്പൊ ഈ ഹരിതകർമ്മസേനയ്ക്കൊക്കെ എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ ഇതേപോലെയുള്ള വേസ്റ്റുകളൊക്കെ. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവരുടെ ഇതിനൊക്കെയുള്ള എക്സ്പീരിയൻസ് എല്ലാം വീഡിയോയുടെ താഴെ കമന്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.